അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വഹാബ് സഖാഫി മമ്പാട് ഉസ്താദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ട ഒരു വീഡിയോ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് വളരെയധികം നമ്മുടെ ആലിമ്യങ്ങളുടെ ഒരു ദീർഘവീക്ഷണവും ആ ഒരു മര്യാദയും ബഹുമാനവും അതുപോലുള്ള ഒരു ദീനുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള സൂക്ഷ്മമായ നിരീക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ വിഷയത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട കുറ്റമ്പാറ ഉസ്താദിൻ്റെ പ്രസംഗം നമുക്കൊക്കെ അറിയാം. വളരെ രസകരമായിട്ട് ദീനിൻ്റെ വിഷയങ്ങൾ നമ്മളിലൊക്കെ ഉണർത്തുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് ബഹുമാനപ്പെട്ട കുറ്റമ്പാറ ഉസ്താദ് അവർകൾ. ഉസ്താദിൻ്റെ ഒരുപാട് പ്രസംഗങ്ങൾ നമുക്കൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു പ്രഭാഷകനാണ് കുറ്റമ്പാറ ഉസ്താദ്. ഈ അടുത്ത് ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണത്തിൽ ചെറിയൊരു പാകപ്പിഴവ് എന്നോണം ചെറിയൊരു ഭാഗം വന്നു. അതിൻ്റെ ഒരു ന്യായ അന്യായത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആ ഒരു പ്രശ്നത്തിലേക്കല്ല ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഉസ്താദ് അത് പ്രസംഗിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ ഉസ്താദിനെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു അവസ്ഥ നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതിന് ശേഷം ഉസ്താദിനെ ഇങ്ങനെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പറയുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ ഇന്നലെ പേരോട് ഉസ്താദ് ബഹുമാനപ്പെട്ട കുറ്റമ്പാറ ഉസ്താദ് ഉണ്ടായിരിക്കുന്ന ഒരു വേദിയിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയും ആ ഒരു വിവാദം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി. കുറ്റമ്പാറ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരുടെ പ്രവർത്തനം, ഞങ്ങളാരും മാസൂമിയങ്ങളായ നബിമാരല്ല. ഞങ്ങളെല്ലാം ജീവിതത്തിൽ അപാകതകൾ സംഭവിക്കാൻ സാധ്യതയുള്ള സാധുക്കളായ അടിമകളാണ്. ഞങ്ങളെല്ലാവരുടെയും എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണം റഹ്മാൻ. ഞങ്ങളെല്ലാവരുടെയും അമലുകൾ സ്വീകരിക്കണം റഹ്മാൻ. അല്ലാഹുവേ, നീ പൊരുത്തപ്പെട്ട അടിമകൾ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി തരണം റഹ്മാൻ. അൽഹംദുലില്ലാഹ്. കുറ്റമ്പാറ ഉസ്താദ് ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഒരു ചെറിയൊരു വാചകം ചില ആളുകൾ പിടിച്ച് വലിയ വിഷയമാക്കി. ഞാനത് കേട്ടപ്പോൾ ഉടനെ തന്നെ ഞാനന്ന് വിദേശത്തായിരുന്നു, ഞാൻ അദ്ദേഹത്തിന് വോയിസ് ഇട്ടു. അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു, പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി മേലിൽ അങ്ങനെ നിങ്ങൾ പറയൂല എന്ന് എനിക്കറിയാം, എങ്ങൾക്കും അതിൽ കേറുണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് ഇട്ടു. അപ്പൊ അദ്ദേഹം എന്നെ വളരെ സന്തോഷത്തോടുകൂടി അത് ഉണർത്തിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് ഇട്ടു. നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വാചകത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചു അപ്പോഴേക്ക് പിടിച്ച് എല്ലാവരും കൂടി കുറ്റം പറഞ്ഞ് എല്ലാവരും കൂടി മോശാക്കി അങ്ങനെ പറയത് എന്റെ വാചകത്തിൽ 100 എണ്ണം അങ്ങനത്തെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെ വാചകത്തിലും വരാൻ സാധ്യതയുണ്ട്. ആരും മാസൂമികളായ നബിമാരൊന്നുമല്ല, ആർക്കും സംഭവിക്കാവുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളന പ്രഖ്യാപനം അങ്ങകലെ കാസർഗോഡ് ജില്ലയിൽ നടക്കുമ്പോ അതിലെ തലേ ദിവസം ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ അടക്കം ഞങ്ങളെല്ലാവരും പോയിട്ട് സിയാറത്ത് ചെയ്തു. വരക്കൽ മുല്ലക്കോയത്തങ്ങളെ സിയാറത്ത്. തൊട്ടടുത്ത് തന്നെ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ഖബറുണ്ട്, അവിടെയും കയറി സിയാറത്ത് ചെയ്തു. ഉസ്താദ് അവറുകളും ഞങ്ങളെല്ലാം സിയാറത്ത് ചെയ്തു. അങ്ങനെ അവരെല്ലാം അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ഖാദിമീങ്ങളൊക്കെ വല ബഹുമാനത്തോടെ ഉസ്താദിനെ സ്വീകരിക്കുകയും ചെയ്തു. ദുആയെല്ലാം കഴിഞ്ഞ് സിയാറത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് അതിനെ ഒന്ന് നിസ്സാരപ്പെടുത്തിയിട്ട് അപ്പൊ പിന്നെ എല്ലാം കഴിഞ്ഞ് ഇതുവരെയുള്ള എല്ലാം മോശമെന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു സംസാരിച്ചു. അത് അദ്ദേഹത്തിന് സംഭവിച്ചൊരു പാളിച്ചയായിരുന്നു. എല്ലാവർക്കും സംഭവിക്കും പാളിച്ചകൾ, വലിയ ആളുകൾക്കും സംഭവിക്കും, ചെറിയ ആളുകൾക്കും സംഭവിക്കും, സംസാരത്തിൽ പാളിച്ച സംഭവിക്കും. അപ്പൊ ഞാൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു ഖബർ സിയാറത്തിന് പോയിരുന്നു. അതിനർത്ഥം ഖുനൂത്ത് കൊണ്ടാണ് ഷാഫി ഇമാം പറഞ്ഞു എന്നല്ല, അവിടുന്ന് ഖുനൂത്ത് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഷാഫി ഇമാം ആശയത്തിൽ നിന്ന് മാറിയെന്നൊന്നും അതിനർത്ഥമില്ല. വലിയ വലിയ ആൾക്കാരും ആകുമ്പോൾ ആദരിച്ചുകൊണ്ട് സിയാറത്തിന് പോകും, അവരെ ബർക്കത്തെടുക്കുകയൊക്കെ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ആ വിഷയം അവിടെ കെട്ടടങ്ങി. അതുപോലെ ഞാൻ ഉണർത്തുകയാണ്, ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതെടുത്ത് പൊക്കി സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്കിടയിലും ആലിമീങ്ങൾക്കിടയിലും ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരും നടത്തരുത്. പാളിച്ചകൾ വന്നാൽ പാളിച്ചയാണ് എന്ന് മനസ്സിലാക്കണം. ഖൈറായത് ആര് പറഞ്ഞാലും സ്വീകരിക്കണം, ഖൈറല്ലാത്തത് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റമ്പാറക്കും അതുപോലെ നമ്മൾ എല്ലാ പണ്ഡിതന്മാർക്കും നമുക്കും നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ നല്ല കാര്യത്തിന് ധാരാളം തൗഫീഖ് നൽകട്ടെ. അദ്ദേഹത്തിന്റെ വലിയ സേവനമാണ് ഈ നിലമ്പൂർ ഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ശബ്ദമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു, ഒരു സ്ഥാപനവും ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, മജ്മഅ തുടങ്ങിയപ്പോ എത്രയെത്ര പള്ളികളാണ്, എന്തെല്ലാം സ്ഥാപനങ്ങളാണ്, എന്തെല്ലാം സേവനങ്ങളാണ്. അതിന് അദ്ദേഹം ഊണുവർക്ക് വെച്ച് ഓടുന്നത് പലപ്പോഴും നേരിൽ കാണുന്നവനാണ് ഞാൻ. അല്ലാഹു തആല അദ്ദേഹത്തിന് ഇനിയും തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്കെല്ലാം അല്ലാഹു തആല തൗഫീഖ് വർദ്ധിപ്പിച്ചു തരും.
ഈ ഒരു വിവാദം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അതിനെതിരെ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ ആ ഒരു വിവാദം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു രീതി നമുക്കൊക്കെ വളരെയധികം മാതൃകാപരമായൊരു രീതിയാണ്. ബഹുമാനപ്പെട്ട കുറ്റമ്പാർ ഉസ്താദും ആ ഒരു വേദിയിൽ ഉണ്ടായിരിക്കുകയാണ്. ഉസ്താദ് അവർകൾ ഈ ഒരു വിഷയം അവിടെ എടുത്തു പറയുകയും ആ ഒരു പ്രസംഗം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർകൾ കേട്ട സമയത്ത് ഉസ്താദ് വിദേശത്തായിരുന്നു. അങ്ങനെ ഉസ്താദ് അപ്പം തന്നെ നേരിട്ട് കുറ്റമ്പാർ ഉസ്താദിനെ ആ ഒരു വിഷയം ഉണർത്തുകയും ചെയ്തു. അപ്പോൾ കുറ്റമ്പാർ ഉസ്താദ് വളരെ മാന്യമായിട്ട് ആ ഒരു ഉസ്താദിൻ്റെ വോയിസിനെ പ്രതികരിക്കുകയാണ്. ഉണർത്തിയതിൽ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാതെ ഞാൻ പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ നിങ്ങളാരാ എന്നെ ഉപദേശിക്കാൻ എന്നല്ല നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്നത്. ആ ഒരു വിഷയത്തെ മാന്യമായിട്ട് സ്വീകരിക്കുകയാണ്. മുൻപും ഒരുപാട് ഇത്തരത്തിലുള്ള പാകപ്പിഴവുകൾ രണ്ട് ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ച് തന്നെയാണ് സുന്നികൾ മുമ്പോട്ട് പോകുന്നത് എന്നും കൂടെ നമ്മളെ ഉണർത്തുകയാണ്. മാത്രമല്ല നമ്മുടെ ആദർശം പണയം വെച്ചു എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അവർക്കും കൂടെ ഉസ്താദ് മറുപടി പറയുകയാണ്. മുമ്പുള്ള കാലങ്ങളിലെ മഹാന്മാർ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ഐക്യവും സഹവർത്തിത്വവും ഒക്കെ പുലർത്തി പോന്നിരുന്നു എന്ന് കരുതി നമ്മുടെ ആദർശത്തിൽ വ്യത്യാസം ഉണ്ടായി എന്നോ അല്ലെങ്കിൽ നമ്മുടെ നിലപാടിൽ വ്യത്യാസം ഉണ്ടായെന്നോ ഒന്നും ഇതിനർത്ഥമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആലിമീങ്ങൾ തമ്മിൽ സുന്നികൾ തമ്മിൽ മഹത്തായ ഒരു മാതൃക, ഒരു സ്നേഹത്തിൻ്റെ, ഒരു ഐക്യത്തിൻ്റെ ഒരു പാത ഉണ്ട് എന്നും കൂടി ഉസ്താദ് ഉണർത്തുകയാണ്. കൂടാതെ ബഹുമാനപ്പെട്ട കുറ്റമ്പാർ ഉസ്താദ് ഇവിടെ ഉണ്ടാക്കിയ വിപ്ലവങ്ങൾ, ആ ഒരു ഏരിയയിൽ ഉസ്താദിൻ്റെ സ്ഥാപനം നിലനിൽക്കുന്ന മജ്മഅ നിലമ്പൂർ, ആ ഒരു നിലമ്പൂർ പ്രദേശത്ത് ഉസ്താദ് ഉണ്ടാക്കിയ ചരിത്രപരമായ മുന്നേറ്റങ്ങൾ, ദീനീപരമായിട്ടുള്ള മുന്നേറ്റങ്ങളെ കൂടി ഉസ്താദ് ഉണർത്തി വളരെ മാന്യമായിട്ട് ഇത്തരത്തിലൊരു വിവാദം വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഉത്തമ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ പേരോട് ഉസ്താദിൻ്റെ ഒരു ക്വാളിറ്റി, എല്ലാ വിഷയത്തിലും ഉസ്താദ് ഇടപെടുന്ന ഒരു രീതി വളരെയധികം മാതൃകാപരമാണ് എന്നാണ് ഇതിൽ കൂടെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പേരോട് ഉസ്താദിൻ്റെ ചില ക്ലിപ്പുകളുടെ ഭാഗങ്ങളൊക്കെ മുറിച്ച് ഉസ്താദിനെ വളരെയധികം മോശമാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഇവിടെ തന്നെയുണ്ട്, കേരളത്തിലുണ്ട്. അവർക്കൊക്കെ ഉസ്താദിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയാതെ പോയതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു നേതൃത്വത്തിൻ്റെ കീഴിൽ ഇവിടെ ജീവിക്കാൻ കഴിയുക എന്നതിൽ വളരെയധികം അഭിമാനമായാണ് ഞാൻ ഈ ഒരു വിഷയത്തെ കാണുന്നത്. എന്തായാലും അടുത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു മാതൃകാപരമായ ഒരു രീതിയാണ് പേരോട് ഉസ്താദ് കുറ്റമ്പാർ ഉസ്താദും ഉള്ള ഒരു വേദിയിൽ ഉസ്താദിന് പറ്റിയ ഒരു ചെറിയൊരു പാകപ്പിഴവിനെ ഉണർത്തിയതും അത് കുറ്റമ്പാർ ഉസ്താദ് ഏറ്റെടുത്തതും ആ ഒരു രംഗം വളരെയധികം കൺകുളിർമയാകുന്ന ഒരു കാഴ്ചയാണ്. അത് പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കുറ്റമ്പാർ ഉസ്താദ് മാതൃകാപരമായിട്ട് ഉസ്താദ് പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നൊരു രംഗമുണ്ട്. ഇതൊക്കെയാണ് പണ്ഡിതന്മാർ തമ്മിലുള്ള ബന്ധം. ആ ഒരു ബഹുമാനവും ആദരവും ആ ഒരു മാന്യമായ ഇടപെടലുകളും വളരെയധികം ശ്ലാഘനീയപരമാണ്. ഇതൊക്കെ കണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ തെറ്റുപറ്റിയാൽ അത് അംഗീകരിക്കാനും വളരെ മാന്യമായിട്ട് ഉപദേശിക്കാനൊക്കെ നമുക്കൊക്കെ കഴിയണം. ഇത്തരത്തിലുള്ള ഒരു മാതൃകാപരമായ മുന്നേറ്റങ്ങൾ നമ്മളെല്ലാവരും നടത്തണം. അല്ലാഹു തആല നമ്മുടെ ആലിമീങ്ങൾക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലത് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.